ദ ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് ഉൽപ്പത്തി 4-ാം അധ്യായം 6-ാം വാക്യം. നീ കോപിക്കുന്നത് എന്തേ? നിന്റെ മുഖം വാടുന്നതും എന്തേ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൽ കിടക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് നമ്മുടെ മുഖം. നമ്മുടെ മുഖത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അന്നേരമേ മറ്റുള്ളവർക്കത് മനസ്സിലാകും. ദൈവം കായീനും ഹാബേലും പൂർവ്വകാലം മുതലേ പാപം ചെയ്ത് ദൈവത്തിൻ്റെ മഹിമ കളഞ്ഞ ആദാം അവ്വയുടെ മക്കളാണ് കായീനും ഹാബേലും. അവരും അങ്ങനെ പാപത്തിൽ കായീൻ ജീവിച്ചു വരികയാണ്. കായീൻ നന്മ ചെയ്യുന്നില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് നമ്മുടെ മുഖം. ദൈവം അവനോട് ചോദിക്കുകയാണ്, നീ കോപിക്കുന്ന എന്ത്? കോപിക്കാൻ കാരണമുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ രണ്ടുപേരും കാണിക്ക കൊണ്ടുവന്നു. കാണിക്ക മീൻസ് സ്തോത്ര കാഴ്ച കൊണ്ടുവന്നു. ഒരുത്തൻ നല്ല ഒരു ആട്ടിൻകുട്ടിയെ ദൈവത്തിന് കൊണ്ടുവന്നു. ഒരു കായീൻ പച്ചക്കറികൾ അവൻ കൃഷി ചെയ്യുന്നത് അവൻ കൊണ്ടുവന്നു. പക്ഷേ ദൈവം സ്വീകരിച്ചത് ഹാബേലിൻ്റെ കാണിക്കയാണ്. ഹാബേൽ തന്ന സ്തോത്ര കാഴ്ചയാണ് ദൈവം സ്വീകരിച്ചത്. എന്തെന്ന് ചോദിച്ചാൽ, ഹാബേല് നല്ല മനുഷ്യനാണ്. അവന് ദൈവത്തിന് പ്രയോജനമുള്ള ഒരു മകനാണ്. അനേകർക്ക് പ്രയോജനമുള്ള ഒരു മകനാണ്. കായീൻ അങ്ങനല്ല, നന്മ ചെയ്തില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നീ നന്മ ചെയ്തിരുന്നുവെങ്കിൽ പ്രസാദിക്കത്തില്ലായിരുന്നു എന്ന് അവനോട് ചോദിക്കുന്നു. അവൻ നന്മ ചെയ്തില്ല. അവന് നന്മ ചെയ്യാതെ, പ്രിയ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, ഞാനായാലും നിങ്ങളായാലും ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ പരിശുദ്ധ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ വരണം. മറ്റുള്ളവരുമായിട്ട് അടിയും പിടിയും വെച്ച്, അമ്മായിമ്മയും മരുമോളുമായിട്ട് അടിയും പിടിയും വെച്ച്, ചേട്ടനും അനിയനുമായിട്ട് അടിയും പിടിയും വെച്ച്, ചേട്ടത്തി അനിയത്തിയുമായി അടിയും പിടിയും വെച്ച്, അയൽവക്കക്കാരുമായി അതിർത്തർക്കം നടത്തി നീ ദൈവത്തെ ആരാധിക്കാൻ വന്ന് നീ പള്ളി കെട്ടാൻ രൂപ കൊടുത്താലും, പന്തലിടാൻ രൂപ കൊടുത്താലും, കൺവെൻഷൻ നടത്താൻ രൂപ കൊടുത്താലും നിന്റെ കാണിക്ക ദൈവം സ്വീകരിക്കത്തില്ല. നീ കൊടുത്തോ, സ്വീകരിക്കത്തില്ല. ദൈവം തൻ്റെ കാണിക്ക, തൻ്റെ സ്തോത്ര കാഴ്ച ദൈവത്തിന് കൊടുക്കുന്നത് സ്വീകരിക്കണമെന്ന് വരികിൽ പരിശുദ്ധതയോടെ ജീവിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ട്, നീ നന്മ ചെയ്തിരുന്നുവെങ്കിൽ, നോക്കേ, നീ നന്മ ചെയ്തിരുന്നുവെങ്കിൽ പാപം വാതിക്കൽ കിടക്കുന്നു. നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ, നീ ചെയ്തില്ല, നീ നന്മ ചെയ്യാതെ നീ കൊണ്ടുവന്ന പാവയ്ക്കായും പയറും നീ ഉണ്ടാക്കിയ ധാന്യങ്ങൾ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിച്ചാൽ ദൈവം സ്വീകരിക്കത്തില്ല. നീ ആടിനെ കൊടുത്താലും സ്വീകരിക്കത്തില്ല, നീ പശുവിനെ കൊടുത്താലും സ്വീകരിക്കത്തില്ല. നീ എങ്ങനെ ഇരിക്കണം? നന്മ ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ ദൈവം അവനോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ 9-ാമത്തെ വാക്യത്തില്, പിന്നെ യഹോവ കായീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ. അവൻ്റെ അഹങ്കാര വർത്താനം കണ്ടോ? അവൻ എത്ര അഹങ്കാരിയാണെന്നുള്ളത് നമുക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനാണോ എന്ന്. അവൻ സ്നേഹമായി കൊണ്ടുപോയി അനിയനെ ഹാബേലിനെ കൊന്നുകളഞ്ഞു. ഹാബേലിൻ്റെ രക്തം നിന്നുകൊണ്ട് കരയുകയാണ്. എന്തിനാ? പ്രതികാരത്തിനു വേണ്ടി. അവൻ്റെ രക്തം ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? പ്രതികാരത്തിനു വേണ്ടി. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെയും നിൻ്റെയും പാപത്തിനു വേണ്ടി, രോഗത്തിനു വേണ്ടി, ശാപത്തിനു വേണ്ടി 39 അടി, അത് സാധാരണ അടി അല്ല, അടിച്ച് ഇങ്ങനെ വലിക്കുകയാണ്.
നമ്മൾ ട്രാക്ടർ വെച്ച് ഉഴുതുന്നത് പോലെ, അല്ലെങ്കിൽ കലപ്പ വെച്ച് കാളയെ കൊണ്ട് നില ഉഴുതുന്നത് പോലെ അവൻ്റെ ശരീരം നമുക്കായി ഉഴുതു. മുൾക്കിരീടം അടിച്ചു, ഒരു തുള്ളി രക്തമില്ലാതെ ധാരധാരയായി ഒഴുകാണ്. ആർക്ക് വേണ്ടിയാണ്? ഈട്ടി കൊണ്ട് കുത്തി 3 ആണികളാൽ 9 മണി മുതൽ 3 മണി വരെ തൂങ്ങിക്കിടന്നു. 7 വാക്കുകൾ അന്നേരം സംസാരിച്ചു. 7ാമത്തെ വാക്ക് നിവൃത്തിയായി എന്ന് പറഞ്ഞ് അലറി കരഞ്ഞ് തോളിലേക്ക് തല ചായ്ച്ച് പ്രാണനെ വിട്ടു. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? ഈ പാപികളായ നമുക്ക് വേണ്ടി, നമ്മളെ പാപത്തിൽ നിന്നും വിടുവിക്കുന്നതിന് വേണ്ടി, രോഗത്തിൽ നിന്നും വിടുവിക്കുന്നതിന് വേണ്ടി, ശാപത്തിൽ നിന്നും വിടുവിക്കുന്നതിന് വേണ്ടി. ഇത് അറിവില്ലാത്തവര് ആൾക്കാർ എന്നെ പറയുന്നെന്നോ, അയ്യോ ആ പാപം പിടിച്ച മനുഷ്യനോടെ കൊണ്ടുപോയി ഇവരെന്ത് ചെയ്തെന്ന് നോക്കിക്കേ. യേശുവിനെ ക്രൂശിക്കുന്നത് ടി വിയിലും അവിടെ ഇവിടെയെല്ലാം കണ്ടിട്ട് ചോദിക്കുന്നതാ, എന്തിനാണ് നിങ്ങളുടെ യേശുവിനെ? ഞാൻ ഉടനെ പറയും, നിൻ്റെയും എൻ്റെ പാപത്തിനു വേണ്ടി, രോഗത്തിനു വേണ്ടി, ശാപത്തിനു വേണ്ടി. അല്ലെങ്കിൽ നമ്മുടെ ഗതി എന്താണ്? നീ ഓരകളെ നീ കാളയോ എരുമയോ പോത്തിനെയോ ആടിനെയോ ഒന്നിനെയും കണ്ടിച്ചാലും നിനക്ക് പാപപരിഹാരം ആകത്തില്ല. നീ എത്ര എണ്ണത്തിനെ കണ്ടിച്ച് രക്തം ചൊരിഞ്ഞാലും നിനക്ക് പാപപരിഹാരം ആകത്തില്ല. ഈ ലോകത്തിലെ യേശു ക്രിസ്തു ഗോൽഗോത്തായി ചൊരിഞ്ഞ രക്തം എൻ്റെയും നിൻ്റെയും, ഗോൽഗോത്തായിലല്ല വീണത്, എൻ്റെയും നിൻ്റെയും ശരീരത്തിലാണ്. നിന്റെ നെഞ്ചോട് ചേർത്ത് കൈ പിടിച്ചു പറ, എൻ്റെ ശരീരത്തിലാണ് എൻ്റെ യേശുവിൻ്റെ രക്തം വീണതെന്ന്. ആ രക്തതല്ലി ഭയങ്കര വിടുതലാണ്. ലോകത്തിൽ ഈ ലോകമെല്ലാം വിറ്റാലും എൻ്റെ യേശുവിൻ്റെ ഒരു തൊട്ട് രക്തം മേടിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. യേശു മരിച്ചു. അരിമത്യയിലെ ജോസഫ് അവന് വേണ്ടി കല്ലറ ഉണ്ടാക്കിയിട്ടിരുന്നു. കർത്താവിനെ അവിടെ നിന്ന് മേടിച്ച് കൊണ്ടുപോയി ശീലകൾ ചുറ്റി കല്ലറയിൽ വെച്ചു. റോമൻ പടയാളികൾ കല്ലറയുടെ വാതിൽ അടച്ച് സീലാക്കി പട്ടാളക്കാരെയും നിർത്തി. 3-ാം ദിവസം അതിരാവിലെ മറിയ ഓടിപ്പോവുകയാണ്. ഓടിച്ചെല്ലുമ്പോൾ തുണി അവിടെ മടക്കി വെച്ചിട്ടുണ്ട്. പ്രിയ മക്കളെ, നിങ്ങൾ കിടന്നിട്ട് അങ്ങനെ എഴുന്നേറ്റ് പോകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ റൂമാലുകൾ അവിടെ ചുറ്റി മടക്കി അവിടെ വെച്ചിട്ടാണ് പോയത്. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് പ്രത്യക്ഷമായത് മറിയയ്ക്കാണ്. അവള് റബുനി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ ചെന്നു. എന്നെ മുട്ടല്ല, എന്നെ തൊടരുത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയില്ല എന്ന് പറഞ്ഞു. മറിയയ്ക്ക് പ്രത്യക്ഷമായി കഴിഞ്ഞ് പിതാവിൻ്റെ അടുക്കൽ പോയിട്ട് നേരെ കർത്താവ് വന്നത്, കർത്താവിനെ കൂടെ 3.5 വർഷം നടന്ന് അനേക അത്ഭുതങ്ങളും അതിശയങ്ങളും കണ്ട പത്രോസിൻ്റെ അടുക്കലേക്കാണ്. പത്രോസ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു നല്ല ചുട്ട അടയും തീയിൽ വെച്ച് ചുട്ട മീനും അവർക്ക് കഴിക്കാൻ കൊടുത്തു. കഴിക്കാൻ കൊടുത്തിട്ട് പത്രോസിനോട്, ശീമോൻ പത്രോസേ, നീ എന്നെ അധികമായി സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. ഓ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം ചോദിച്ചു. എന്താ? പത്രോസ് 3 പ്രാവശ്യം ദൈവത്തെ തള്ളിപ്പറഞ്ഞു. അവൻ്റെ പ്രാണരക്ഷയ്ക്ക് വേണ്ടി അവൻ തള്ളിപ്പറഞ്ഞത്. എന്നിട്ട് അവൻ പോയി കരഞ്ഞും ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. അതുകൊണ്ടാണ് ദൈവം അവന് പ്രത്യക്ഷമായി എൻ്റെ ആടുകളെ മേയ്ക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും 13.5 കിലോമീറ്റർ ദൂരെ, 6 നാഴിക ദൂരെ എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ, അതായത് ലൂക്കോസിന്റെ സുവിശേഷം
24-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തേ എന്ന് ചോദിച്ചു. അവൻ വാടിയ മുഖത്തോടെ നിന്നു. പ്രൈസ് ദി ലോർഡ്. വാടിയ മുഖത്തോടെ നിന്നിട്ട് ക്ലെയോപ്പാവ് എന്ന പേരുള്ള മനുഷ്യൻ യെരുശലേമിലെ ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏതെന്ന് അവൻ അവരോട് ചോദിച്ചതിന്, ഏത്? കർത്താവ് അവരെ കാണിക്കാത്ത, അവർക്ക് കണ്ടാൽ അറിയാൻ മേലാത്ത വിധത്തിൽ അവരുടെ കണ്ണുകൾ അടപ്പിച്ചു കളഞ്ഞു. ഇതാരെന്ന് പോലും അറിയത്തില്ല. ആരോ വഴി നടന്ന് വരുന്നവരെന്നുള്ള ഇതിൽ ഇവരിങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ബൈബിളിലെ സങ്കീർത്തനം മുഴുവനും മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. എല്ലാം ഇവരോട് പറഞ്ഞു കൊടുത്ത് നടക്കുകയാണ്. 13.5 കിലോമീറ്റർ എല്ലാ വിഷയങ്ങളും പറഞ്ഞു കൊടുത്ത് നടക്കുകയാണ്. ഈ പറഞ്ഞു കൊടുത്ത് നടക്കുമ്പോൾ ഇവരുടെ ഹൃദയം തിളയ്ക്കുകയാണ്. ഇവരുടെ ഹൃദയം അങ്ങനെ തിളയ്ക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ എമ്മൗസ് ഗ്രാമത്തോട് അടുത്തപ്പോൾ യേശു മുന്നോട്ട് പോകാനായിട്ട് ഭാവിച്ചു. ഉടനെ ക്ലെയോപ്പാവും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയും രാത്രിയായി, ഞങ്ങളെ വിട്ടിട്ട് പോകണ്ട, ഞങ്ങളുടെ കൂടെ വാന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, അങ്ങനെ യേശു അവരുടെ കൂടെ പോയി. രാത്രിയിൽ അപ്പമെടുത്തു. കർത്താവ് അപ്പം മേളിലോട്ടുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ കയ്യിലെ പാടുകൾ കാണുന്നു. ആണികൾ തറയ്ക്കപ്പെട്ട പാടുകൾ കാണുന്നു. അവരുടെ കണ്ണു തുറന്നു. പ്രിയ മക്കളെ, പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെ കുറിച്ച് നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നുവെന്ന് ക്ലെയോപ്പാവ് യേശുവിനോട് പറയുക. നമ്മുടെ യേശു അങ്ങനെ യേശുവിൻ്റെ കൂടെ അവർ എഴുന്നേറ്റ് തിരിച്ചു പോവുകയാണ്. പ്രിയ മക്കളെ, നിന്റെ മുഖം വാടിയിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും നമ്മൾ മുൻപോട്ട് പോകണം. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കേ. അതിൽ 25-ാമത്തെ വാക്യത്തിൽ യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞു. മറിയയുടെയും മാർത്തയുടെയും ലാസറിന്റെ വീട്ടിൽ എപ്പോഴും യേശു ക്രിസ്തു പോകുകയും അനാഥരെയും വിധവകളെയും പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ അവരുടെ വീട്ടിൽ പോവുകയും അവർക്ക് വാക്യം പറഞ്ഞു കൊടുക്കുകയും അവരെ സ്നേഹമായിട്ട് അവർ യേശുവിനെ അങ്ങ് ഭയങ്കരത്തിൽ സ്നേഹിച്ചു. യേശു അവരെ അങ്ങനെ ഇരിക്കെ യേശു അവരെ വിട്ടുപോയി. ആ ലാസറിന് എന്തോ രോഗം വന്ന് ലാസർ മരിക്കാറായി കിടക്കുന്നു. യേശുവിനെ പോയി വിളിച്ചിട്ട് യേശു വന്നില്ല. എന്താ വരാഞ്ഞത്? എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവം ആരാണെന്നുള്ളത് എല്ലാവരും അറിയണം. യേശു ക്രിസ്തു ലാസർ മരിച്ച് അടക്കി 4-ാം ദിവസം അവിടെ വന്നു. മാർത്ത ഓടിച്ചെന്നു. യേശു അവിടെ തന്നെ നിന്നു. മറിയെ വിളിക്കാൻ പറഞ്ഞു. മറിയെ വിളിച്ചു. മറിയെ ഓടി വന്നു. അപ്പോൾ അവർ യേശുവിനോട് പറയുന്ന വാക്കാണ്, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഒടുക്കത്തെ നാളിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഉടനെ അവനെ അടക്കിയത് എവിടെയാണെന്ന് ചോദിച്ചു. അടക്കിയ സ്ഥലത്ത് എന്നും അതും ഒരു ഭയങ്കര കല്ലിൻ്റെ അകത്ത്. ദൈവം അതും പോയി കാണുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ആ കല്ലിൻ്റെ
അകത്ത ഒരു ഗുഹ പോലെയുള്ള ലാസറിനെ അടക്കം ചെയ്തു. അവിടെ നിന്നും അടക്കിയിടത്തിന്റെ മേളിലൊരു കല്ല് വെച്ച് കല്ല് ഉരുട്ടി മാറ്റാൻ പറഞ്ഞു. നീ ചെയ്യേണ്ടത് നീ ചെയ്യണം. അതിനാണ് ദൈവം കല്ല് ഉരുണ്ട് നീങ്ങെന്ന് പറഞ്ഞാൽ ഉരുണ്ട് നീങ്ങത്തില്ലേ? നീങ്ങും. അവരെ കൊണ്ട് തന്നെ കല്ല് ഉരുട്ടി മാറ്റിപ്പിച്ചിട്ട് യേശു ലാസറേ പുറത്തു വാ. മരിച്ച് നാറ്റം വെച്ച ലാസർ പുറത്തു വന്നു. അവൻ്റെ കെട്ടുകൾ അഴിച്ചു കളയാൻ പറഞ്ഞു. പ്രിയ മക്കളെ, നമ്മുടെ ദൈവം ആരാണ്? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദൈവം നമ്മളോട് കൂടെ ഇരിക്കണമെന്ന് വരികിൽ നമ്മൾ പരിശുദ്ധരായി വചനത്തിൽ വേരൂന്നി എപ്പോഴും പ്രാർത്ഥിക്കുകയും പാടുകയും ദൈവസന്നിധിയിൽ നമ്മൾ നന്മ ചെയ്തുകൊണ്ട് അടിയും പിടിയും ബഹളവും ഒന്നും വേണ്ട, നന്മ ചെയ്യുന്നവരായിരിക്കണം. നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എല്ലാ വിധത്തിലും ദൈവം അനുഗ്രഹിക്കും. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 15-ാമത്തെ വാക്യം, സ്തേഫാനോസ് ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. പ്രിയ മക്കളെ, സ്തേഫാനോസ് ഒറ്റ പ്രസംഗമേ ചെയ്തുള്ളൂ. അപ്പോഴത്തേക്ക് അവനെ എല്ലാവരും ചേർന്ന് 4 വശത്തുനിന്നും കല്ലേറ് വരികയാണ്. ശരീരം കല്ലേറ് കൊണ്ട് ചോര ഒഴുകി ശരീരമെല്ലാം പൊട്ടിത്തകരുകയാണ്. ആ സമയത്തും അവൻ്റെ മുഖം പ്രകാശമാനമായി. കാരണം എന്നാ? അവൻ ദൈവത്തെ കണ്ടുകൊണ്ടാണ് കേൾക്കുന്നത്. ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ഇരിക്കുന്നതും ഇവൻ മുട്ടുമേൽ നിൽക്കുമ്പോൾ യേശു എഴുന്നേറ്റ് നിന്നു. പ്രിയ മക്കളെ, ദൈവ മക്കളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ദൈവം ഇരിക്കത്തില്ല, എഴുന്നേറ്റ് നിൽക്കും, നടക്കും. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ചത്ത ദൈവമല്ല. മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ദൈവത്തോടാണ് നമ്മൾ ഉപവസിക്കുന്നത്. പ്രിയ മക്കളെ, ആ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. നിങ്ങൾ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. യഥാർത്ഥമായിട്ട് ദൈവവുമായിട്ട് പറ്റിച്ചേർന്ന് ജീവിക്കണം. പറ്റിച്ചേർന്ന് ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. ആ കല്ലേർ കൊണ്ടിട്ടും സ്തേഫാനോന്റെ മുഖം എങ്ങനെയിരുന്നെന്നാ പറഞ്ഞത്? അവനെ ഉറ്റുനോക്കി എല്ലാവരും. ഈ കല്ലേറെല്ലാം ഇവൻ്റെ മേത്ത് കൊള്ളുന്നു, ചോര ഒഴുകുന്നു, ശരീരമെല്ലാം പൊട്ടുന്നു. എന്നിട്ടും ഇവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണുന്നു. പ്രിയ മക്കളെ, നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ താണിരിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും, അയ്യോ എനിക്ക് ഷുഗറാ, എനിക്ക് BP യാ, എനിക്ക് കൊളസ്ട്രോളാ, എനിക്ക് ഉപവസിക്കാൻ പറ്റത്തില്ല, ഞാൻ കാൻസർ പേഷ്യൻ്റാ, അങ്ങനെല്ലാം ഓരോരുത്തർ പറയും. പ്രിയ മക്കളെ, നിങ്ങൾക്ക് രാവിലെ തൊട്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് അത്രമേൽ പറ്റത്തില്ലെങ്കിൽ 1/2 ഗ്ലാസ് ഓട്സ് കുടിച്ചിട്ട് ഒരു ഗുളിക എടുക്കേണ്ടിയടുത്ത് 1/2 ഗുളിക എടുത്തിട്ട് നിങ്ങൾ ഒരു 2 മണി വരെ ഒന്ന് ഉപവസിച്ച് നോക്കിക്കേ. നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രവർത്തിക്കണമെന്ന് വരികിൽ നീ ദൈവസന്നിധിയിൽ താണിരിക്കണം. അവൻ്റെ മുഖം പ്രകാശമാനമായി വന്നു. നമ്മളാണെങ്കിൽ കല്ലേറ് കൊണ്ട് കഴിയുമ്പോൾ, അയ്യോ ഞാൻ നിൻ്റെ വേല ചെയ്യുകയല്ലായിരുന്നോ, ഞാൻ നിൻ്റെ വിഷയം പറയുകയല്ലായിരുന്നോ, എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നും പറഞ്ഞ് നീ
നീ അവരോട് പറഞ്ഞാണ് നീ നാശമായി പോട്ടെ. അവൻ പറഞ്ഞോ? സ്തേഫാനോസ് പറഞ്ഞില്ല. കാരണം അവൻ അത്ര ദൈവമകനാണ്. ദൈവ തേജസ്സിൽ അവനങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദ ബ്യൂട്ടി ഓഫ് ദ ഹാർട്ട് അപ്പിയേഴ്സ് ഓൺ ദ ഫേസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യമാണ് നമ്മുടെ മുഖം. നമ്മുടെ ഹൃദയം നല്ലതാണെങ്കിൽ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ താണിരിക്കുന്ന ഹൃദയമാണെങ്കിൽ, വചനത്തിൽ വേരൂന്നി വളരുന്ന മക്കളാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന മക്കളാണെങ്കിൽ, നമ്മുടെ മുഖത്തും എപ്പോഴും പ്രകാശമുണ്ടായിരിക്കും. വാടിയ മുഖത്തോടുകൂടെ ജീവിക്കുവാൻ ആരും ഇഷ്ടപ്പെടത്തില്ല. വാടിയിരിക്കുമ്പോൾ ദൈവത്തിന് കണ്ടാൽ അറിയാം, മനുഷ്യർക്ക് കണ്ടാൽ അറിയാം. ആര് നോക്കിയാലും നിന്നെ കാണുന്നത് പോലെ അല്ലല്ലോ ഇന്ന് കണ്ടതെന്ന് വേറുള്ളവർ വിചാരിക്കും. കാരണം നിന്റെ വീട്ടിൽ നീ ബഹളം വെച്ചിട്ടാണ് വെളിയിൽ വന്നിരിക്കുന്നത്. അമ്മായിയമ്മയെ ചീത്ത വിളിച്ചിട്ടാണ് വെളിയിൽ വന്നിരിക്കുന്നത്. മരുമോളെ വഴക്കുണ്ടാക്കിയിട്ടാണ് വെളിയിൽ വന്നിരിക്കുന്നത്. പിന്നെ നിന്റെ മുഖം എങ്ങനെ പ്രകാശമാനമാകും? പ്രിയ മക്കളെ, എന്നോട് പിണങ്ങണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാണ്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എല്ലാവരെയും കാണിച്ച് മുകളിലേക്ക് കയറിപ്പോകാൻ നേരത്തെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയില്ല എങ്കിൽ ആ സഹായകൻ വരത്തില്ല. ആ സഹായകൻ വന്നു കഴിഞ്ഞ് നിങ്ങളെ വേലയ്ക്ക് ഇറങ്ങാവൂന്ന്. പ്രിയ മക്കളെ, പരിശുദ്ധാത്മന അഭിഷേകമില്ലാതെ നീ വേലയ്ക്കിറങ്ങിയാൽ വട്ടപൂജ്യമാണ്. നീ 4 പേരെ കൊണ്ട് നിന്റെ സഭയിൽ ഇരിക്കേണ്ടി വരും. 15 പേരെ കൊണ്ട് നീ സഭയിൽ ഇരിക്കേണ്ടി വരും. നിന്റെ സഭയിൽ എന്നാ ജനം വരാത്തത്? പരിശുദ്ധാത്മാവിൻ്റെ തീയില്ല, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റില്ല, പരിശുദ്ധാത്മാവിൻ്റെ മഴയില്ല. നീ വാടിയ മുഖത്തോടുകൂടെ വെറുതെ ചർച്ചിൽ വന്ന് കൈയടിച്ച് 2 പാട്ടും പാടി എന്തോന്ന് പറഞ്ഞിട്ട് പോകും, പ്രയോജനമില്ല. ആത്മഭാരത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നീ ഭൂമിയുടെ കട്ടക്കട വരയ്ക്ക് പോകി എൻ്റെ സാക്ഷിയായിരിക്കുവാനാണ്. നമ്മൾ കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയായി ജീവിക്കണമെന്ന് വരികിൽ നമ്മളിൽ ആരുണ്ടായിരിക്കണം? ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായിരിക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിരെ. അതുപോലെ തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ താണിരിക്കുന്നവരും താഴ്ത്തിയേൽപ്പിക്കുന്നവരുമായി ജീവിച്ചാൽ നമ്മുടെ മുഖം വാടിയിരിക്കത്തില്ല. കായിൻ്റെ മുഖം വാടിയിരുന്നപ്പോൾ ദൈവം ചോദിക്കുമ്പോൾ, നീ നന്മ ചെയ്തിരുന്നു എങ്കിൽ നിന്റെ മുഖം വാടുമായിരുന്നോ? നീ നന്മ ചെയ്തിരുന്നുവെങ്കിൽ നിന്റെ മുഖം വാടത്തില്ല. കണ്ടോ, സ്തേഫാനോസ് അവൻ നന്മ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവൻ്റെ മുഖം വാടിയില്ല. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെയായി അനേകർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പ്രിയ മക്കളെ, ഈ വാക്യങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ഞാനൊരു വില്ലേജിൽ പോയി. ഇവിടെ നിന്നും 45 കിലോമീറ്റർ ദൂരമാണ് ആ വില്ലേജ്. ഞങ്ങളവിടെ പോയി. ഞങ്ങളുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ഉപവാസ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. എല്ലാവരും ക്ഷീണിച്ചും ഭയങ്കര ക്ഷീണതയിൽ കഴിയുകയായിരുന്നു. എങ്കിലും ഞാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടി, 2-3-4 പേരെ വിളിച്ചു കൂട്ടി കാർ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പുതിയ ആത്മകളെ കൊണ്ടുവന്ന് ഇരുത്തണം. നിങ്ങൾ മാത്രം ഇരുന്നാൽ പോരാ, ദേവി അത് പുതിയ ആത്മകൾ. അങ്ങനെ അവർ ഒരു 8-10 പുതിയ ആത്മകളെ ഇരുത്തി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും സാത്താൻ വിളിച്ചു ഓവിപ്പോയി. പിന്നെ നല്ല യോഗ്യനായ ഒരു മനുഷ്യൻ ഒത്തിരി ദൂരത്തിൽ നിന്ന് വന്നതാന്ന് പറയുന്നു. ഇവർ വിളിച്ചു വരുത്തിയതാന്ന് പറയുന്നു. നല്ല യോഗ്യനായ ഒരു മനുഷ്യൻ 10, 35, 40 വയസ്സുണ്ട്. ആൻറ്റി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിയിരുന്നും പറഞ്ഞു വന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ അവൻ അടിച്ചു തല്ലി താഴെ വീണ് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവൻ്റെ ശരീരത്തുള്ള കൂടോത്രമായാലും നേർച്ച കാഴ്ചയായാലും
സാത്താൻ്റെ പീഡയായാലും ഇപ്പോൾ തന്നെ വിട്ടുപോട്ടെ, നീ പോയെന്ന് എനിക്കറിയണം. കൈ കൂപ്പി പിടിച്ചോ, ഞാൻ പൊക്കോളാമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ എഴുന്നേറ്റിട്ട് പറയാണ്, എൻ്റെ ദേഹത്തുനിന്ന് എന്തോ ഒരു ഭാരം പോയതുപോലുണ്ട്. നമ്മുടെ ദൈവം ആരാണ്? എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനോ കുറയണം, എൻ്റെ യേശു വളരണം, എൻ്റെ യേശു വളരണം. പിന്നെ എനിക്കൊന്നറിയാം, അവൻ എൻ്റെ കൂടെ ഉണ്ട്, അവൻ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും രോഗമുണ്ടെങ്കിലും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങളുടെ വേദനയുള്ള ഭാഗത്തൊരു കരം വയ്ക്കുക, ഒരു കരം മേളിലോട്ട് ഉയർത്തുക. നിങ്ങളുടെ ആവശ്യ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പറയുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞു പറയുക. ദൈവം നിങ്ങളെ തൊടാൻ പോവാണ്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ നിങ്ങളെ തൊടും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തും ആയിരിക്കുന്ന മക്കളുമായിട്ട് നിന്റെ അടുത്ത് വരുന്നപ്പാ, നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ഒരിക്കലും നശിച്ചുവാൻ നീ സമ്മതിക്കല്ലപ്പാ, തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ, ഞങ്ങളുടെ മുഖം വാടിയിരിക്കുവാൻ നീ വിടല്ലപ്പാ. ദൈവമേ, നിനക്ക് സ്തോത്രപ്പാ. ഒരു ദൈവദൂതന്റെ മുഖം പോലെ എപ്പോഴും പ്രകാശമാനമായി ഇരിക്കുവാൻ നീ സഹായിക്കണമേ അപ്പച്ച. കൈവിടല്ലപ്പാ, കൈവിടല്ലപ്പാ ദൈവമേ. കർത്താവെ, രോഗികളുടെ മേലെ കരവിടുമ്പോൾ നിന്റെ കരമായി കരുതുവാന്, അനേകർ സൗഖ്യം പ്രാപിപ്പാന്, ഭൂതങ്ങൾ വിട്ടോടുവാന്, പാപികൾ മാനസാന്തരപ്പെടുവാന്, പിന്മാറ്റക്കാർ തിരിച്ചു വരുവാന്, വിശ്വാസികൾ പുതുക്കം പ്രാപിപ്പാൻ കർത്താവേ നീ സഹായിക്കണമേ. കൈവിടല്ലപ്പാ ദൈവമേ. എല്ലാ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. പാരാലിസിസ് രോഗത്താല്, കാൻസർ രോഗത്താല് നീ അവരെ തൊടണമേ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മനെ തൊടണമേ കർത്താവേ. അപ്പാ, നീ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. നിന്റെ രക്തത്താൽ മുദ്രയിടണമേ, രക്തത്താൽ വേലി കെട്ടണമേ. ശത്രു നോക്കുവാൻ നീ വിടല്ലപ്പാ. ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്നവനെ നീ മേശ ഒരുക്കണമേ അപ്പാ. കൈവിടല്ലപ്പാ കർത്താവേ. എല്ലാ അച്ഛന്മാരെ, എല്ലാ പാസ്റ്റർമാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ. സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ അപ്പച്ച. യേശുവേ അപ്പാ, മുമ്പോട്ട് എന്തെല്ലാം സംഭവിക്കുന്നെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലപ്പാ. സൂര്യൻ അടുത്ത് വരുന്ന പോലാണല്ലപ്പാ കർത്താവെ. ചൂടുകൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്നല്ലപ്പാ. നീ അവിടുന്ന് കർത്താവെ മഴയെ അയക്കണമേ അപ്പാ, മഴയെ അയക്കണമേ. ചൂട് കുറച്ച് തരണമേ അപ്പാ. വിവാഹം നടക്കാത്ത മക്കളുടെ വിവാഹം നടത്തി കൊടുക്കണമേ. പുരപണി പൂർത്തിയാകാത്തവരുടെ പെരപണി പൂർത്തിയാക്കി കൊടുക്കണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ കർത്താവ്. ഏതെല്ലാം രോഗത്താൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പാ, അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ കർത്താവെ. ഞങ്ങൾ നന്മ ചെയ്ത് ജീവിക്കുന്ന മക്കളാക്കി തീർക്കണമേ അപ്പച്ച. ഞങ്ങളുടെ മുഖം വാടിയിരിക്കുവാൻ നീ വിടല്ലപ്പാ. ആ സൂര്യനെ പോലെ പ്രകാശമാനമായി തീരുവാൻ നീ സഹായിക്കണമേ അപ്പാ. നീ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ, കൈവിടല്ലപ്പാ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ ഫോൺ ചെയ്ത് അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.